രാവിലെ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഒരു ചെറിയ കുമ്പളങ്ങ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കുമ്പളങ്ങ മുളകുശി ഉണ്ടാക്കാം. വളരെ 3 മിനിറ്റ് മതി കേട്ടോ. അതിന് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കുമ്പളങ്ങയാണിത്. വളരെ ചെറിയൊരു കുഞ്ഞു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറേ കുമ്പളങ്ങകൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇളവൻ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. അധികം തിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അകത്ത് കുരുവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കുമ്പളങ്ങയുടെ 2 പീസാക്കിയിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ കുമ്പളങ്ങ കൊണ്ട് എരിപുളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാമേ. ഇപ്പോൾ നമുക്ക് കുമ്പളങ്ങ മുളകുശി ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിയാണ് കേട്ടോ. 3 മിനിറ്റും കൂടെ വേണ്ട. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് കുനുകുനാന്നല്ല, അല്പം പല്ല് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അറിയാം. നമുക്ക് കുമ്പളങ്ങ മുളകുശത്തിന് അധികം ചേരുവകളൊന്നും വേറെ വേണ്ട കേട്ടോ. നമുക്ക് കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ കടുക് കാച്ചുമ്പോൾ കുറച്ച് ബാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. പിന്നെ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അധികം എരിവ് പാടില്ല, എന്നാൽ അപ്പുക്കുട്ടൻ്റെ റെഡ് കളർ വേണമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവാൻ വെക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവാൻ വെക്കാവേ. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പിനുള്ള സംഭവങ്ങൾ തയ്യാറാക്കാമേ. അറിയാൻ വിട്ടുപോയി. എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ മതി കേട്ടോ. അതിന് ഞാൻ തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞുള്ളി 2 പീസ്, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 2 എണ്ണം, പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്ര ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാമേ. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം, ആ അരപ്പിലുണ്ടായിരുന്ന ബാലൻസ് വെള്ളം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് വെള്ളം കുറച്ചായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലുള്ള വെള്ളവും കൂടെ, അരപ്പിലെ ബാലൻസ് വെള്ളം കൂടെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെക്കാം. നമുക്കിപ്പോൾ കറി അധികം വേണ്ട, അല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെച്ചോളൂ. നമുക്ക് ഇത്തിരി തിക്കായിട്ട് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് താളിക്കാമേ. അപ്പം ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 2 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡും ഒന്ന് മൊരിയണ പോലെ, അതായത് ഫ്രൈ ആവണ പോലെ മുളക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. അതിന് ശേഷം നമുക്ക് വേഗം ഇത് കരിയണതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. 2 കറിവേപ്പില വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താളിച്ചതെല്ലാം കൂടെ നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറിയെല്ലാം നന്നായിട്ട് കുറുകി, ഞങ്ങൾക്ക് കുറുകിയ കറിയാണ് ഇഷ്ടം. അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് നമ്മുടെ താളിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷായ ഒരു പാത്രത്തിലേക്ക്, നല്ല ഭംഗിയുള്ളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ പകർത്തിയ ശേഷം നമുക്കിതൊക്കെ ഒന്ന് ചെറിയ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആഘോഷിച്ച ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്ര ഈസി ആയിട്ടുള്ള കറി ഒന്ന് വേഗം കാലത്ത് എണീച്ച് എന്താ ഉണ്ടാക്കുക എന്നുള്ള കഷ്ടപ്പാടിൽ നിന്ന് നമുക്കൊരു മോചനമായില്ലേ. എത്ര പെട്ടെന്നാണ്, 3 മിനിറ്റും കൂടെ വേണ്ട. അപ്പോൾ അടിപൊളിയായി ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഞങ്ങളുടെ മുളകുശി ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ, ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ. താങ്ക് യു.